താത്തന്റെ ഉമ്മച്ചിയാണ്. ഇപ്പൊ നാട്ടിലില്ലാത്തപ്പോഴൊക്കെ എനിക്ക് ഉമ്മച്ചി ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കൂട്ടാൻ വേണ്ടി വരുമ്പോഴാണ് മഞ്ചേരി വെച്ച് ആക്സിഡന്റ് ആയ. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലാണ്ട് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാണ്. എല്ലാം സഹായിക്കണം. എനിക്ക് ഉമ്മച്ചി അല്ലാണ്ട് വേറെ ആരും ഇല്ല. എന്റെ ഉമ്മച്ചിനെ എനിക്ക് പഴയ പോലെ തന്നെ വേണം. പഠിച്ചോർത്ത് എല്ലാരും സഹായിക്കണം. അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബഷീർ. കണ്ണൂർ ജില്ലയിലെ കോളേട് പഞ്ചായത്തിലെ നെടുമ്പഞ്ചാൽ സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി മഞ്ചേരി വച്ചുണ്ടായ ആക്സിഡന്റിൽ എൻ്റെ ഭാര്യ ഷക്കീല സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ച് ഏകദേശം 2 മാസക്കാലം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു. 17-18 ലക്ഷത്തോളം അവിടെ ചെലവാകുകയും തുടർന്ന് എനിക്ക് പ്രവാസ ജീവിതം നയിച്ചിരുന്ന എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്തൊരവസ്ഥയും വന്നു ചേർന്നു. തുടർ ചികിത്സക്ക് ഏകദേശം ഇനിയും ഒരു 20 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം, എന്റെ കുടുംബത്തെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇത് ഷക്കീല താത്ത. ഷക്കീല താത്താക്ക് മലപ്പുറത്ത് മഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചതാണ്. താത്താന്റെ അവസ്ഥ ഇപ്പോ വല്ലാത്തൊരു സങ്കടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, താത്താന്റെ പൊന്നുമോളെ അവിടെ ഒരു ക്ലിനിക്കിൽ പഠിക്കായിരുന്നു. ഈ മോളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരുടെ മോനും ഇത്തയും കൂടി പോയ സമയത്ത് ശക്തമായ മഴയില് വണ്ടിയുടെ ബ്രേക്ക് പോയിട്ട് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് ഇപ്പൊ ഇതേ അവസ്ഥയിൽ താത്ത കിടക്കുകയാണ്. ഇവിടെ ഭർത്താവ് ബഷീർക്ക ഒരു പ്രവാസിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതായുസിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും വിറ്റുപെറുക്കി നല്ലവരായ നാട്ടുകാരൊക്കെ കൈകോർത്ത് ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയോളപ്പോ ഈ താത്താന്റെ ചികിത്സക്ക് വേണ്ടി ചിലവാക്കി. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഇനിയും ഒരു 20 ലക്ഷം രൂപ ഇവിടെ ചികിത്സക്ക് ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ ബഷീർക്ക് എൻ്റെ അടുത്ത് പറയാണ്, ഞാനൊരു ചെറിയൊരു കഫ്തീരിയയിൽ ജോലി ചെയ്യാണ്. എന്നെ കൊണ്ട് സത്യം പറഞ്ഞാലേ എൻ്റെ ഭാര്യയുടെ ചികിത്സക്ക് ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയിലാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാത്തൊരവസ്ഥയാണ്. എൻ്റെ സമ്പാദ്യം മുഴുവനും, ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവനും ഞാൻ വിറ്റുപെറുക്കി. ഈ താത്തയാണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ആ നാട്ടില് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇത്തയാണ്. ഇപ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു ഇത്തയാണ്. ആ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഷക്കീല താത്താക്ക് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ പിന്നെ ആരാണ് സഹായിക്കേണ്ടത്?